ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പ് എന്ന സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ബാലചന്ദ്രൻ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുകയാണ്. എന്നിട്ട് അതിൽ അലീനയുടെ കോൾ ഹിസ്റ്ററി എല്ലാം എടുത്ത് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അലീനെ രേവതിയൊക്കെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോൾ റെക്കോർഡിംഗ് എല്ലാം എടുത്ത് ബാലചന്ദ്രൻ്റെ ഫോണിലോട്ട് ആക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താണ് മോനെ ഫോണിൽ നല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ ഇതിൽ അമ്മ കുറച്ച് വൈറസൊക്കെ കയറിയിട്ടുണ്ടോ, ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഫോണിൽ വൈറസൊക്കെ കയറുമോ മോനെ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ അമ്മേ. അപ്പോൾ എന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫോൺ തിരിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ ബാലചന്ദ്രൻ റൂമിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഈ ഓരോ കോൾ റെക്കോർഡിങ് എല്ലാം കേട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൽ അലീന രേവതിയോട് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് എൻ്റെ സഹോദരനാണ് രോഹിത്, അവൻ ഒരിക്കലും എൻ്റെ ഒരു സഹോദരിയുടെ കാണിക്കാൻ പാടില്ലാത്തതാണ് അവൻ ചെയ്തത്. എനിക്ക് അതിലൊരുപാട് വിഷമമുണ്ട്. പക്ഷേ എങ്ങനെയാണ് അവനെ പോലീസിൽ പറഞ്ഞു വിടുന്നത്? അവൻ എൻ്റെ കൂടപ്പിറപ്പല്ലേ, അത് എൻ്റെ പെറ്റ് തള്ളയല്ലേ, എൻ്റെ കൂടപ്പിറപ്പുകളെ പെറ്റ് അമ്മയെ വിഷമിപ്പിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന് അലീന കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ബാലചന്ദ്രൻ കേട്ട് ഷോക്കാവുകയാണ്. ഇപ്പോൾ രേവതി പറയുകയാണ്, ആ വൈജയന്തി എന്ന് പറഞ്ഞാൽ തള്ള ചേച്ചി ഇനി 2 ദിവസം കൂടെ അവിടെ നിന്നാൽ മതിയെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചേച്ചി പോകുന്നതിന് മുമ്പ് അവരോട് 2 വർത്തമാനം പറഞ്ഞിട്ട് വേണം വരാനെന്ന് പറയുകയാണ്. നിങ്ങൾ എന്നെ 22 വർഷം മുമ്പ് പ്രസവിച്ച് തള്ളിയതാണെന്നും എൻ്റെ അച്ഛൻ ആരാണെന്നോ മറ്റൊന്നും എനിക്കറിയില്ല, എൻ്റെ ജീവിതം നശിപ്പിച്ച് നിങ്ങൾ ഒറ്റൊരുത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം വരാനെന്നും അവർ ആ വിഷമത്തിൽ ജീവിതകാലം മുഴുക്കുകയും വെന്ത് നേരണം എന്നൊക്കെ രേവതി പറയുകയാണ്. ഇതെല്ലാം കേട്ട് ബാലചന്ദ്രൻ ഷോക്കാവുകയാണ്. ഇപ്പോൾ താൻ ഇത്രയും നാൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു, മറ്റൊരാളുടെ എച്ചിലാണല്ലോ ഞാൻ തിന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രന് വളരെയധികം വിഷമവും ദേഷ്യവും എല്ലാം വരികയാണ്. ഞാൻ ഇതൊരിക്കലും സഹിക്കില്ല, 10-20 കൊല്ലം തൻ്റെ കൂടെ ഭാര്യ കഴിഞ്ഞവൾ മറ്റൊരാളുടെ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. മറ്റൊരാളുടെ എച്ചിലാണല്ലോ ഞാൻ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ കരയുകയാണ്. അതോടൊപ്പം തന്നെ ദേഷ്യം വരികയാണ്. എന്നിട്ട് അവിടെ റൂമിൽ കണ്ണാടിയിലൊക്കെ കൈയിട്ടടിക്കുകയാണ്. അവിടെ ഒരു കസേര കിടന്ന് എല്ലാം എടുത്ത് എറിയുന്നുണ്ട്. അത്രമാത്രം ദേഷ്യം ബാലചന്ദ്രൻ്റെ ഉള്ളിലുണ്ട്. കാരണം താൻ ഇത്രയും സ്നേഹിച്ച് വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ് വൈജയന്തി. അപ്പോൾ വൈജയന്തി തന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ബാലചന്ദ്രൻ വളരെയധികം വിഷമമുണ്ട്. മാത്രമല്ല തൻ്റെ 3 കുട്ടികളുടെ അമ്മയുമാണ്. ഇനി എന്താണ് ഞാൻ ഇതിനൊരു പരിഹാരം കാണേണ്ടത്? എനിക്ക് ഒരു കുടുംബമുണ്ട്, എൻ്റെ 3 കുട്ടികളുടെ ഭാവി ഓർക്കണം, അലീനയുടെ ഭാവി ഓർക്കണം. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിസ്സഹായനായ ബാലചന്ദ്രൻ നിൽക്കുകയാണ്. അടുത്ത നമ്മുടെ മാമച്ചൻ അങ്കിളും ഗ്രേസി ആൻറ്റിയും രേവതിയും കൂടി ഷെറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തി കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി വന്ന് കതവ് തുറന്ന് കൊടുക്കുകയാണ്. അപ്പോൾ മാമച്ചൻ അങ്കിളിന് ആ പെൺകുട്ടി മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആ പെൺകുട്ടി അകത്തോട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരികയാണെന്ന് പറയുന്നു, ഷെറിനെ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മോളെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, പുതിയ ആളാണല്ലോ എന്നൊക്കെ ഗ്രേസ് ആൻറ്റി പറയുക. ഞാൻ ഇവിടുത്തെ റോബിറ്റ് ചായൻ്റെ വൈഫാണ്, എൻ്റെ പേര് ആൻസി എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ എന്ന് പറയണം. ഞങ്ങൾ വന്ന 3-4 വർഷം മുമ്പാണ്, അതാണ് മോളെ പരിചയമില്ലാത്ത കേട്ടോ എന്ന് ഗ്രേസ് ആൻറ്റിയും പറയുക. അപ്പോൾ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി അലറി വിളിക്കുകയാണ്. അത് അകത്തു നിന്നാണ്. അപ്പോൾ ഇവരെല്ലാം പേടിച്ച് നിൽക്കുകയാണ്, ഗ്രേസ് ആൻറ്റി, മാമച്ചനങ്ങൾ, രേവതിയൊക്കെ. അപ്പോൾ ആൻസി പറയുകയാണ്, ഞാൻ ഇപ്പോൾ വരാൻ കേട്ടാന്ന് പറയുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഷെറിൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഒരു മാനസിക നിലയെല്ലാം തെറ്റി ഒരു ഭ്രാന്തിയുടെ ഒരു അവസ്ഥയിലാണ് ഷെറിൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഷെറിനെ കണ്ടിട്ട് അവരെല്ലാം അതിശയിക്കുകയാണ്. അയ്യോ മോൾക്ക് എന്താണ് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഷെറിൻ അവരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, നിങ്ങൾ ആരാണ്, എനിക്ക് മനസ്സിലായില്ല, എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആൻസി വന്ന് ഷെറിനെ പിടിച്ചു കൊണ്ടുപോയി മുറിക്കകത്തിട്ട് പൂട്ടുകയാണ്. അപ്പോൾ ഷെറിൻ അവിടെ കിടന്ന് വളരെയധികം ഒച്ച എടുക്കുകയാണ്, എന്നെ കൊല്ലാനാണ് ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്, നിനക്ക് എന്താണ് വേണ്ടത്, നാട്ടുകാരെ എല്ലാവരും ഓടി വരൂ, എന്നെ ഇവിടെ ഇട്ട് കൊല്ലൂ എന്നൊക്കെ വളരെ ഒച്ചത്തിൽ വിളിച്ച് പറയുകയാണ്. ആ സമയം ആൻസി റോബിച്ചാനെ വിളിക്കുകയാണ്, തൻ്റെ ഭർത്താവാണല്ലോ, വിളിച്ചിട്ട് പറയുകയാണ്, ഷെറിൻ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്, അപ്പോൾ അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, മാത്രമല്ല ഇവിടെ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറയുകയാണ്. ഞാൻ ആൽബിയെ കൂടി ഒന്ന് വിളിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഷെറിൻ്റെ ബഹളം സഹിക്കാൻ വയ്യാതെ ആൻസി കതവ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ആൻസി നേരെ ഓടി അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവരുടെ മുമ്പിൽ കിടന്ന് വയലൻ്റ് ആവുകയാണ്. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കണ്ടോ, നിങ്ങളാണോ എൻ്റെ കുഞ്ഞിനെ കൊന്നത്, സത്യം പറയും, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം, എൻ്റെ കുഞ്ഞെവിടെ എന്ന് പറഞ്ഞ് ഷെറിൻ വളരെയധികം വയലൻ്റ് ആവുകയാണ്. ആ സമയം ആൻസി വന്ന് ഒരു വിധത്തിൽ ഷെറിനെ എങ്ങനെയൊക്കെ പിടിച്ചു വലിച്ച് അകത്ത് കൊണ്ടുപോവുകയാണ്. ആ സമയം ആൽബി വരുന്നുണ്ട്.
അപ്പോൾ ആൽബി വന്നിട്ട് ചോദിക്കുക, നിങ്ങളൊക്കെ ആരാണ്, എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തു നിന്നാണെന്ന് പറയുകയാണ് മാമച്ചൻ. ഓ, എറണാകുളത്തു നിന്നാണല്ലേ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് ഷെറിൻ്റെ കൈയെല്ലാം കെട്ടി കൊണ്ട് തിരിച്ച് വെളിയിലോട്ട് വരികയാണ്. ഓ, നിങ്ങൾ ഇതുവരെ പോയില്ലേ എന്ന് ആൽബി ചോദിക്കുകയാണ്. നിങ്ങളിവിടെ എന്ത് കാഴ്ച കാണാനാണ് നിൽക്കുന്നതെന്നൊക്കെ വളരെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. എന്നിട്ട് ഷെറിനെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഷെറിൻ വളരെയധികം വയലൻ്റായിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞെവിടെ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, എൻ്റെ കുഞ്ഞിനെ എടുത്ത് നീയാണോ എന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ നേർക്ക് വരികയാണ്. അപ്പോൾ എന്നിട്ട് ആൻസിയും ആൽബിയും കൂടി അവരെ പിടിച്ച് വലിച്ച് കാറിലോട്ട് കയറ്റാൻ പോവുകയാണ്. ആ സമയം റോബിച്ചൻ വരികയാണ്. ഇതാരാണ് ഈ കാർ ഇവിടെ വഴിയിൽ കൊണ്ടിട്ടിരിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് റോബിച്ചൻ വളരെയധികം ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ മാമച്ചൻ പറയുന്നത്, ഞാൻ മാറ്റിയേക്കാന്ന് പറയുകയാണോ, നിങ്ങളാണ് ഇവിടുത്തെ ഗസ്റ്റ് എന്നൊക്കെ എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഇനിയും മതിയായില്ല, നിങ്ങൾ എന്ത് കാഴ്ച കാണാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്നൊക്കെ വളരെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. നിങ്ങൾ ഒറ്റൊരാൾ കാരണമാണ് എൻ്റെ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നത്, 4 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ്, നിങ്ങളെ കുട്ടി അങ്ങ് പോയല്ലോ, ഞങ്ങൾ ഈ തീരാ ദുഃഖത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് മാമച്ചൻ കാറെടുത്ത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം ആൽബി റോബിച്ചനും കൂടി ചേർന്ന് ഷെറിനെ കാറിലാക്കി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സമയം ആൻസി പറയുകയാണ്, നിങ്ങൾ അകത്തോട്ട് വരൂ, അകത്തോട്ട് ഇന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഗ്രേസി ആൻറ്റി പറയുകയാണ്, ഇല്ല മോളെ, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ഇനി ഇവിടെ നിന്നാൽ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങാൻ പോവുകയാണ്. അത് കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കൂ. അപ്പോൾ ഗ്രേസി ആൻറ്റി പറഞ്ഞ്, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഇനി അത് വേണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതി കുട്ടി പറയുകയാണ്, അത് കുഴപ്പമില്ല ആൻറ്റി, എന്തായാലും നമ്മൾ ആ കാര്യം പറയാനായിട്ട് വന്നേയില്ല, എന്തായാലും നമുക്ക് പറഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആൻസി ചോദിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്, പറയൂ എന്നൊക്കെ പറയുകയാണ്. അല്ല മോളെ, ഷെറിൻ എന്താണ് സംഭവിച്ചത് അവളുടെ ജീവിതത്തിൽ, അവളുടെ വിവാഹം കഴിഞ്ഞോ, അവൾക്ക് കുട്ടിയുണ്ടോ, കുഞ്ഞ് മരിച്ചു പോയോ, എന്താണ് അവൾക്ക് പറ്റിയത്, വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു ചുറ്റുപാടാണല്ലോ, ആ കുട്ടിക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ ഗ്രേസി ആൻറ്റി ചോദിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നാളെ ഈ ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക്